റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവ്. ഓഫീസിലെ കസേര, മേശ, AC, കമ്പ്യൂട്ടർ തുടങ്ങിയ വസ്തുക്കൾ ജപ്തി ചെയ്ത് വിൽപ്പന നടത്തും. റെയിൽവേ സ്റ്റേഷനുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ച കമ്പനിയുടെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ബിൽ തുക കിട്ടാത്തതിനെ തുടർന്ന് കമ്പനി കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, വിചിത്രമായ ഉത്തരവാണ്. ഏതായാലും പണ്ട് KSRTC ബസ്സുകളൊക്കെ ജപ്തി ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില ആളുകൾ പരാതി കൊടുത്തതിന്റെ പേരിൽ കോടതി ഉത്തരവുകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ റെയിൽവേക്കാണ് ജപ്തി ഉത്തരവ് വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് ഇക്ബാൽ? അരുൺകുമാർ, അതായത് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചത്. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുന്നത്. പക്ഷേ ഈ പ്രവൃത്തികളുടെ ബിൽ തുക ഈ കമ്പനിക്ക് ലഭ്യമായില്ല. തുടർന്ന് ഈ കമ്പനി ചെന്നൈയിൽ തന്നെയുള്ള MSME ഫെസിലിറ്റേഷൻ കൗൺസിലിനെയാണ് ആദ്യം സമീപിക്കുന്നത്. അന്ന് ഈ കൗൺസിൽ കൃത്യമായിട്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഈ സ്വകാര്യ കമ്പനിക്ക് ബിൽ തുക റെയിൽവേ അടയ്ക്കണമെന്നുള്ള ഒരു ഉത്തരവിട്ടു. 27% പലിശ നിരക്കിലാണ് അന്ന് പൂർണ്ണമായും ഈ ബിൽ തുക അടയ്ക്കാനുള്ള ഒരു ഉത്തരവ് ഈ MSME ഫെസിലിറ്റേഷൻ കൗൺസിൽ ഇടുന്നത്. അന്ന് റെയിൽവേ ഈ തുക നൽകാതെ ചെന്നൈ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ റെയിൽവേയുടെ അപ്പീൽ ചെന്നൈയിലെ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. ചെറിയൊരു തുക മാത്രമാണ് പിന്നീട് റെയിൽവേ ഈ സ്വകാര്യ കമ്പനിക്ക് നൽകിയത്. പൂർണ്ണമായും എല്ലാ തുകയും കിട്ടാൻ വേണ്ടി പിന്നീട് ഈ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ കമ്പനി പാലക്കാട് 3rd അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്ന ഈ കേസ് ഒടുവിൽ വിധിയിലേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് 3rd അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റെയിൽവേയുടെ പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസിലെ ഈ കസേരയും, മേശയും, ACയും, കമ്പ്യൂട്ടറും ജപ്തി ചെയ്തുകൊണ്ട് ഈ കരാർ കമ്പനിക്ക് തുക നൽകണമെന്നുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജപ്തി നടപടികൾ നടത്താനാണ് കോടതിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏതാനും ചെറിയ നടപടികൾ മാത്രമാണ് ബാക്കിയാവാനുള്ളത്. അതിനുശേഷം റെയിൽവേ ഡിവിഷൻ ഓഫീസിന് കീഴിലുള്ള ഈ ഓഫീസിനകത്തുള്ള ഈ കസേരയും, മേശയും, ACയും, കമ്പ്യൂട്ടറും ജപ്തി ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഏകദേശം 50 ചെയറും 50 ടേബിളും അതിനോടൊപ്പം തന്നെ 15 ACയും 25 കമ്പ്യൂട്ടറും ജപ്തി ചെയ്യാനാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാവും. ഇക്കഴിഞ്ഞ 25-നാണ് പാലക്കാട് 3rd അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതായാലും ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് തങ്ങൾക്ക് ഈ വാട്ടർ പ്യൂരിഫയറുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ബിൽ തുക റെയിൽവേ നൽകാനുണ്ടെന്നും ഇതിൽ കുടിശ്ശികയുണ്ടെന്നും കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത്. ആ ഹർജിക്ക് മേലാണ് ഇപ്പോൾ പാലക്കാട് കോടതി കൃത്യമായി തന്നെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. റെയിൽവേയിൽ നിന്നും തുക കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ റെയിൽവേയുടെ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ റെയിൽവേ ഡിവിഷനിൽ നിന്ന് കസേരയും ACയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരു കാഴ്ച അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും അധികാരികൾ ആ പണം തിരിച്ചടച്ച് തലയൂരാനായിരിക്കും ശ്രമിക്കുക. ജപ്തി നടപടി വരുന്നു എന്നുള്ളതാണ്. ACയും കസേരയും മേശയും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഒരു വാട്ടർ പ്യൂരിഫയർ കമ്പനി കൊടുത്ത ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. പണമൊക്കെ കൃത്യസമയത്ത് അടയ്ക്കണ്ടേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ആരെങ്കിലുമൊക്കെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ ഫൈനടിക്കാൻ വരുന്ന റെയിൽവേയോടാണ്. നിങ്ങളുടെ പേരിൽ നടപടി വന്നിരിക്കുന്നു, ശ്രദ്ധിച്ചായിരുന്നോ?